നീ ഇനി എപ്പോഴാ കൊച്ച സ്കൂളിൽ പോകുന്നത്? ഇപ്പൊ തന്നെ വൈകില്ലേ? രത്നയെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും. ഒന്ന് പറപ്പിച്ച കണ്ണടച്ചു തുറക്കും മുമ്പ് സ്കൂളിൽ എത്തില്ലേ? ആ അത് നന്നായി. എന്നൊരു കാര്യം ചെയ്യും, ഏട്ടനും കൂടി അവരുടെ ഒപ്പം സ്കൂൾ വരെ പോയിട്ട് വാ. നിന്നോടത് വിൽക്കാനല്ലല്ലോ പറഞ്ഞത്, പണയം വെക്കാനല്ലേ. എന്നാലും മണിയേട്ടനറിയാലോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്നമാണ് ഈ കട. പണയം വെച്ചെന്ന് കരുതി ആഹാരത്തിനുള്ള മാർഗമൊന്നും മുട്ടിപ്പോകില്ലല്ലോ ഗിരി. മണിയേട്ടാ, ഈ കട അടവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പണം ഗിരിയേട്ടന്റെ കയ്യിൽ വരും. അതെങ്ങനെ? ഗിരിയേട്ടനെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. അതിന്റെ ഈ മാസത്തെ ലേലം നാളെയാണ്. ആ ലേലം ഏത് വിധേനയും ഗിരിയേട്ടൻ പിടിച്ചെടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവിടെ അങ്ങ് തീരും. പിന്നെ ഈ കട പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ സൊസൈറ്റിയിൽ ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടല്ലേ ഗിരി? എങ്കിൽ പിന്നെ നീ അത് പിടിച്ചെടുക്കാൻ നോക്ക്, അതാ നല്ലത്. ശ്രമിച്ചു നോക്കാം. ആ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നിനക്ക് ഇഷ്ടമുള്ള ആഹാരം തരുമെന്ന്. അതാണ് ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എനിക്കുള്ളതാണോ? എല്ലാം നിനക്കുള്ളതാ. എന്തൊരാക്രാന്ത. നീ അടങ്ങിയിരിക്കേ, ഒന്നും ചെയ്യില്ല. നീ എന്തിനാടാ ഇത് ഇപ്പൊ എടുത്തത്? ഇത് ഇവിടെ ഇരിക്കുന്ന വക്കീലെങ്ങനെ കണ്ട കുഴപ്പമാവുമല്ലോ എന്ന് കരുതി മാറ്റി വെക്കാൻ വേണ്ടി എടുത്തതാ. നീ ഇത് എവിടെയെങ്കിലും കൊണ്ടുവെക്കേ. നീ പേടിക്കണ്ട, അവൻ നിന്നെ തല്ലാനൊന്നും എടുത്തതല്ല. നീ ഇവിടെ ഇരിക്കേ. ഇന്ന് നിന്നെ ഇവിടെ ആരും തല്ലില്ല. ഇന്ന് നിന്റെ വക്കീൽ സാർ വരുന്ന ദിവസമല്ലേ? നിന്റെ വക്കീൽ സാർ വരുന്ന ദിവസം നിനക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ തല്ലി കിട്ടിയിട്ടുണ്ടോ? ഇന്ന് നിന്നെ ആരും ഉപദ്രവിക്കില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞാലേ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, വക്കീൽ സാർ എന്ത് ചോദിച്ചാലും നിനക്കിവിടെ സുഖമാണ്, സന്തോഷമാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കിട്ടാറുണ്ട്, നിന്നെ ഇടയ്ക്കൊക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ വേണം പറയാൻ. കേട്ടല്ലോ? ഞങ്ങള് പറയുന്ന പോലെ കേട്ടാ എന്നും നിനക്ക് ഇതുപോലെ കോഴിക്കാല് കിട്ടും. കേട്ടോ? കേട്ട പിന്നെ ഇല്ലെങ്കിൽ അറിയാലോ, വടിയാനെടുക്കും. ഇല്ല ഇല്ല, ഇപ്പൊ എടുക്കുന്നില്ല കേട്ടാ. ഇവനിങ്ങനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഞാൻ ഇതൊക്കെ എടുത്ത് കഴിച്ചോട്ടെ? കഴിക്കാം. ഇപ്പൊ വക്കീൽ സാർ വരും, സാറ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എന്താ? ഗിരിയേട്ടാ, കുറെ നേരമായല്ലോ ഈ കണക്കൂട്ടൽ ചിന്തയൊക്കെ തുടങ്ങിയിട്ട്. കല്യാണത്തിന് എത്ര രൂപ ചെലവാകാൻ നോക്കുവാണോ? അതെടാ, എല്ലാം നോക്കി വെക്കാന്ന് കരുതി. കണക്കൂട്ടിലില്ലാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അത് നല്ലതാ ഗിരിയേട്ടാ. അല്ല, ഈ ചിട്ടിപ്പണം കൊണ്ട് എല്ലാം ഒപ്പിക്കാൻ സാധിക്കൂ? ഇല്ലടാ, വേറെയും പണം വേണ്ടി വരും. എങ്ങനെയെങ്കിലും ആ ചിട്ടി ഒന്ന് പിടിച്ചെടുക്കണം. ഗിരിയേട്ടാ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വരുന്നുണ്ട്. ഇന്ന് റാണിയുടെ കണക്കെടുപ്പ് ദിവസാ. അത് ഞാൻ ഓർത്തില്ല. എടാ, നീ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ? ഏയ്, എന്ത് കുഴപ്പം? എന്റെ ഭാഗം വളരെ ക്ലിയർ ആണ്. അങ്ങനെ ആയിരുന്നാ മതി. മോളെ കയറി വാ. സോമോട്ട, എന്തായി കാണുന്നേ? എന്താ മോളെ? ആ മുളക് മൊത്തം ഇങ്ങനെ മറിഞ്ഞെടുക്കുന്നത് ഇതുവരെ കണ്ടില്ലെന്ന് വെച്ചാ അത് വലിയ കഷ്ടോ കേട്ടോ.
അല്ല ഏട്ടനെ ഇതുവരെ കണ്ടില്ല? ഞാൻ കണ്ടില്ല. എടാ, എന്ത് ഉത്തരവാദിത്വ ബോധമാണ് നിനക്കുള്ളത്? നിനക്കിതൊക്കെ ശ്രദ്ധിച്ചൂടെ? അപ്പൊ ശരി, ഇത് അല്ലെങ്കിൽ അവന് ഒന്നിനും ഒരു ശ്രദ്ധയില്ല ഈയിടെ ആയിട്ട്. ആ സോമേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കട നമ്മുടേതാ. അപ്പൊ ഏട്ടനും ഇതിൽ ശ്രദ്ധ വേണം. ഉം. ഇങ്ങനെ ഓരോന്ന് പാഴാക്കി കളഞ്ഞ അതിന്റെ നഷ്ടം സഹിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ശ്രദ്ധിച്ചോളാം. എവിടെ കണക്ക് പുസ്തകം നോക്കട്ടെ ഞാൻ. വരിടാ. ഇതാ ആർക്കും 1 രൂപ പോലും കടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതിന് 2000 രൂപയുടെ പറ്റ് കാണുന്നുണ്ടല്ലോ. അത് പഞ്ചായത്ത് ക്യാൻറ്റീനിലേക്ക് സാധനം കൊടുത്ത കണക്കാ. ആ കാശ് ഇന്ന് വൈകുന്നേരം കിട്ടും. വൈകുന്നേരം അത് വാങ്ങിച്ചെടുക്കണം, മറക്കരുത്. അത് മറക്കില്ലല്ലോ. ഒന്നുമില്ല. ഗിരിയേട്ടാ, നീ ഇതുവരെ സ്കൂളിൽ പോയില്ലല്ലേ? പഹാറുവിന് ഇവിടെ എവിടുന്ന് കിട്ടി? ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടെ നിൽക്കുക. നീ ഇനി എപ്പോഴാ കൊച്ച സ്കൂളിൽ പോകുന്നത്? ഇപ്പൊ തന്നെ വൈകിയില്ലേ? രത്നയെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും. ഒന്ന് പറപ്പിച്ച കണ്ണടച്ചു തുറക്കും മുമ്പ് സ്കൂളിലെത്തില്ലേ? അത് നന്നായി. എന്നൊരു കാര്യം ചെയ്യ്, ഏട്ടനും കൂടി അവരുടെ ഒപ്പം സ്കൂൾ വരെ പോയിട്ട് വാ. ഞാൻ എന്തിനാ ഇവരോടൊപ്പം സ്കൂളിൽ പോകുന്നു? ഗിരിയേട്ടൻ കൂടെ പോയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ പാർച്ച ചോറ്റയ്ക്കായി പോവില്ലേ? ഏട്ടനും കൂടെ പോയാ ചേച്ചിക്ക് ഒരു കമ്പനി ആവുമല്ലോ, അല്ലേ രത്നേച്ചി? അതെ അതെ, ഗിരിയേട്ടനും വാ. ഗിരിയേട്ടൻ വാ, കേറ്. ഞാൻ തിരിച്ചുകൊണ്ട് വിടാം. ഒന്ന് പോയി ചുറ്റിയിട്ട് വാങ്ങിരിയേട്ടാ. ചെല്ല്. കടയിലിപ്പോ ഞാനുണ്ടല്ലോ, ഏട്ടൻ പോയിട്ട് വാ. പോവല്ലേ? ഒന്ന് വന്ന് കേറ് ഗിരിയേട്ടാ, വാ. ചെല്ല്.